നമ്മുടെ ബന്ധങ്ങളിൽ പലപ്പോഴും വഴക്കുകൾ ഉണ്ടാവാറുണ്ട്. അതിപ്പോൾ ഫ്രണ്ട്ഷിപ്പ് ആവട്ടെ, ഇല്ലെങ്കിൽ കപ്പിൾസ് തമ്മിലാവട്ടെ. ഇങ്ങനെ വഴക്കുകൾ ഉണ്ടാവുന്ന സമയത്ത് മുമ്പ് വഴക്കുകൾ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ വഴക്കുകൾ രൂക്ഷമാവാറുണ്ട്. ഇതിന് കാരണം എന്താണെന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇതിന് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് വഴക്കുണ്ടായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു തീർക്കാത്തത് കൊണ്ടാണ്, ഇല്ലെങ്കിൽ അത് സോൾവ് ചെയ്യാത്തത് കൊണ്ടാണ്. ഇപ്പൊ നമ്മളൊരു വഴക്കുകൾ ഉണ്ടാവുന്ന സമയത്ത് നമ്മളത് കൃത്യമായിട്ട് പറഞ്ഞു തീർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ ഈ ഒരു ബന്ധം വഷളാവാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം വഴക്കുകൾ ഉണ്ടാവുമ്പോൾ ഒരാളുടെ സൈഡ് മാത്രമാണ് എപ്പോഴും കോംപ്രമൈസ് ചെയ്ത് പോകുന്നതെങ്കിൽ അയാൾക്ക് ഈ ബന്ധത്തിൽ ഭയങ്കര സ്ട്രെസ് ഉണ്ടാവും. അത് ഈ ബന്ധത്തിനെ നല്ല രീതിയിൽ പോകുന്നതിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ തമ്മിൽ എന്തെങ്കിലും വഴക്കുകൾ ഉണ്ടാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് തമ്മിൽ എന്തെങ്കിലും വഴക്കുകൾ ഉണ്ടാവുകയാണെങ്കിൽ അത് കൃത്യമായിട്ട് അവരെ വിളിച്ചിരുത്തി സംസാരിച്ചത് പറഞ്ഞു തീർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഇപ്പൊ നമ്മുടെ ഭാഗത്താണ് തെറ്റെങ്കിൽ നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ട്, അത് ഇങ്ങനെ ഒരു കാരണം കൊണ്ടാണ് സംഭവിച്ചു പോയതെന്ന് കൃത്യമായിട്ട് പറയാം. ഇനി അവരുടെ ഭാഗത്താണ് തെറ്റുണ്ടെങ്കിൽ അവർ അതേപോലെ പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം.